കർത്തരുടെ പെരിയ നാമത്തിന് മഹിമയുണ്ടാകട്ടെ. ഇന്ന് തമിഴ്നാട്ടിൽ നിന്നുകൊണ്ട് തമിഴിൽ ഒരു ചിന്ന വേദശൈലി ചെയ്തക്കാകെ ഒരു മുയற்சி എടുത്തിട്ടിരിക്കുന്നത്. കർത്തരുടെ പെരിയ നാമം എല്ലായിടത്തും മഹിമപ്പെടുമാറാകട്ടെ. ഇന്ന് അതുക്കാകെ നാം വാസിച്ച് കേൾക്കണ ദേവനുടെ വാർത്ത യെശയ്യാ ദീർഘദർശി എഴുതിയ പുസ്തകം, അതിൻ്റെ അധികാരം 65, 8-ാമത് വസനം. ഒരു ദ്രാക്ഷക്കുലയിൽ രസം കാണപ്പെടുമ്പോൾ അത് അഴിക്കാതെ അതിൽ ആശീർവാദമുണ്ടെന്ന് ചൊല്ലുകരപടി ഞാൻ എൻ ഊഴിയക്കാരൻ നിമിത്തം അതത്തെയും അഴിക്കാതെപടി ചെയ്യുകയും. ഇവിടെ ദീർഘദർശി പറയുകയാണ്, ഒരു ദ്രാക്ഷക്കുലയിൽ രസം കാണപ്പെടുമ്പോൾ നമ്മൾ ഒരു മുന്തിരിക്കുല, ഒരു ദ്രാക്ഷക്കുല പാക്കുമ്പോൾ അതുക്കുള്ളേ പുളിയുള്ള ഫലം ഇരിക്കുന്നത്. അത് വേണമെങ്കിൽ അത് പിടുങ്ങിയെടുത്ത് നമുക്ക് ദ്രാക്ഷ ഫലം പുളിയോടെ അല്ലെങ്കിൽ നല്ല സ്വീറ്റോട് കൂടി സാപ്പിടാം. അല്ലെങ്കിൽ അത് ഒരു കൊലയോടെ പിഴുതെടുത്ത് അത് ജ്യൂസായിട്ട് സാപ്പിടാം. അതിനാൽ ദീർഘദർശി ചൊല്ലണത്, ഒരു ദ്രാക്ഷക്കുലയിൽ രസം കാണപ്പെടുന്നത്, അതുക്കുള്ളേ ഒരു വീഞ്ഞ് ഇരിക്കുന്നത്, അതുക്കുള്ളേ ഒരു രസം ഇരിക്കുന്നത്. അത് അഴിക്കാതെ, അത് നശിപ്പിക്കാതെ അതിൽ ആശീർവാദമുണ്ടെന്ന് ചൊല്ലുകരപടി ഞാൻ എൻ ഊഴിയക്കാരൻ നിമിത്തം അതിനെ അഴിക്കാതെപടി ചെയ്യുവേ. ദേവൻ ചൊല്ലുകയാണ്, കർത്തരുടെ ഒരു ഊഴിയക്കാരൻ നിമിത്തം ഒരു ദേശത്തെ, ഒരു വീടിനെ, ഒരു പട്ടണത്തെ ദേവൻ അഴിക്കാതെ ഇരിക്കും. ആര് നിമിത്തം? ഊഴിയക്കാരൻ നിമിത്തം. ഊഴിയക്കാരൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ ഒരു കർത്തരുടെ ഒരു വേലക്കാരൻ, കർത്തരുടെ ഒരു കർത്തൃ സേവ ചെയ്യുന്ന ഒരു ദൈവദാസൻ, ഒരു ഊഴിയക്കാരൻ നിമിത്തം അതിനെ അഴിക്കാതിരിക്കും. നമ്മ വീട്ടിക്ക് നാം ഒരു ആശീർവാദമായിരിക്കണം. നാം ജോലി ചെയ്യണ, വേല ചെയ്യണ ഓഫീസിക്ക് നാം ഒരു ആശീർവാദമായിരിക്കണം. നാം തങ്ങണ ഊരിൽ, ഇടത്തിൽ അല്ലെങ്കിൽ പട്ടണത്തിൽ നാം ഒരു ആശീർവാദമായിരിക്കണം. ഒരു ഊഴിയക്കാരനെ എന്തുകൊണ്ടാണ് കർത്തർ ഇന്നമാതിരി ചൊല്ലണത്? ഊഴിയക്കാരനെ കൊടുത്തിരിക്കുന്ന കൃപാവരങ്ങൾ അത് ജ്വലിപ്പിക്കണം. അവൻ ജപത്തിൽ പോരാടുന്നവനായിരിക്കണം. അപ്പോൾ തന്നെ പട്ടണത്തെ, അവൻ വേല ചെയ്യുന്ന വേലസ്ഥലത്തെ, അവൻ്റെ വീടിനെ, അവൻ്റെ ഊരിനെ ആണ്ടവർ നശിപ്പിക്കാതിരിക്കും, അഴിക്കാതിരിക്കും. അതിനാൽ അവൻ കർത്തർ ചൊല്ലുകയാണ്, ഊഴിയക്കാരൻ നിമിത്തം ഞാനതിനെ അഴിക്കാതെപടി ചെയ്യുവോ. അപ്പോൾ നാം തങ്ങണ വീട്, നാം തങ്ങണ ഓഫീസ്, നാം വേല ചെയ്യണ ഇടം, അതെല്ലാം നമ്മൾ നിമിത്തം ആശീർവദിക്കപ്പെടണമെന്ന് കർത്തർ നമ്മെക്കുറിച്ച് ചിന്തന പണിയിട്ടിരിക്കുന്നത്. അതൊക്കെ നാം എന്നെ പഠനം, നാം ദൈവസന്നിധിയിൽ പോരാടി ജപിക്കണം. യാക്കോബ് ഒരു ജപവീരനായിരുന്നു. ഒരു ഊഴിയക്കാരൻ നല്ല വിശ്വാസവീരനും നല്ല ജപവീരനും ആയിരിക്കണം. യാക്കോബ് ഒരു നല്ല ഒരു ജപവീരനായിരുന്നു. അതുകൊണ്ട് ദേവൻ യാക്കോബിനോട് കൂടെയിരുന്നു. അത് അവൻ്റെ മാമനാർ, അവൻ്റെ അമ്മായിയപ്പൻ അത് പാത്തപ്പോൾ ചൊല്ലുന്ന ഒരു വാക്യമുണ്ട്, ഒരു വസനമുണ്ട്. ആദിയാഗമം, അതായത് ഉൽപ്പത്തി പുസ്തകം 30-ാം അധികാരത്തിൻ്റെ 27-ാമത് വസനം. അപ്പോഴത് ലാബാൻ, ഉൻ കൺകളിൽ എനിക്ക് ദയ കിടച്ചത്, ஆனால் നീ ഇത് ഉൻ നിമിത്തം കർത്തർ എന്നെ ആശീർവദിച്ചാർ എന്ന് കുറിപ്പിനാൽ അറിഞ്ഞ്. ഇവിടെ യാക്കോബിൻ്റെ മാമനാർ പറയുകയാണ്, നീ പോകக்கூടാതെ, നീ ഇങ്ങ് ഇരി, നീ നിമിത്തം ആണ്ടവർ എന്നെ ആശീർവദിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു എന്ന് അവിടെ ദാവീദ് പറയുന്നത്, ലാബാൻ പറയുന്നത് നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ നാം ഒരിടത്ത് തങ്ങുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവർ, നാം ജോലി ചെയ്യുന്ന ഓഫീസിൽ നമുക്ക് ചുറ്റുമുള്ളവർ പറയും, അയാൾ നിമിത്തമാണ് ഓഫീസിനൊരു അനുഗ്രഹം ഉണ്ടായിരിക്കുന്നത്, അയാൾ നിമിത്തമാണ് ആ ദേശത്തിന് ഒരു അനുഗ്രഹം ഉണ്ടായിരിക്കുന്നത്. യാക്കോബ് ഒരു ജപവീരനായിരുന്നു. നമ്മൾ നിമിത്തം നമ്മുടെ ദേശക്കാർ പറയണം, അയാൾ വന്നപ്പോഴാണ് ഈ ദേശത്തിനൊരു വ്യത്യാസമുണ്ടായത്. യാക്കോബിൻ്റെ വാഴുകയിൽ ചില പോരായ്മകളെല്ലാം വന്നിട്ടുണ്ട്. ആനാലും കർത്തർ അവനുടെ ഓരോ സ്റ്റെപ്പിലും അവനോട് കൂടെ ഇരുന്നാൻ. ജപിക്കണവൻ എന്ത് സോനിലും എഴുന്നേറ്റിലും. ഒരു ജപവീരനാണെങ്കിൽ അവനൊരു പക്ഷേ കടപ്രശ്നത്തിലൂടെ കടന്നു പോയിരിക്കാം, ഒരു പ്രത്യേക സിറ്റുവേഷനിൽ അവൻ അന്തമാതിരി ഒരു സോണിൽ കടന്നു പോയിരിക്കാം, അല്ലെങ്കിൽ അവൻ ഏതെങ്കിലും ഒരു നോയ് വന്നിരിക്കാം, ഒരു രോഗം വന്നിരിക്കാം, പലവിധമായ സോണിലുകൾ അവൻ കടന്നു പോയിരിക്കാം. എന്നാൽ അവൻ ജപിക്കുന്ന ഒരുവനാണെങ്കിൽ കണ്ടിപ്പാக അവനുടെ വാഴുകയാണ്ടവരെ മാറ്റിയിടും. ഇതുമാതിരി ജപിക്കണ മനുഷ്യൻ എന്ത് സോണിലിരുന്നാലും അവൻ തപ്പി വെളിയിൽ വന്നിടും, അവൻ അതിൽ നിന്ന് വെളിയിൽ വന്നിടും, അവൻ അതിൽ നിന്ന് മാറി ദേവൻ അവനെ ആശീർവദിച്ചിടും. റോമലേഖനം 15-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ചൊല്ലുന്നൊരു വാർത്തയുണ്ട്, നിങ്ങൾ ദേവനെ നോക്കി ചെയ്യും ജപങ്ങളിൽ ഞാൻ പോരാടുന്നത് പോലെ നിങ്ങളും എന്നോടുകൂടെ പോരാടണമെന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ നിമിത്തം ആവിയാനവരുടെ അൻപ് നിമിത്തവും ഞാൻ ഉങ്ങളെ വേണ്ടിക്കൊള്ളുകരേ. അപ്പോൾ ജപത്തിൽ നാം പോരാടുമ്പോൾ നമുക്ക് വലിയ വിടുതലുകൾ ലഭിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു ഊഴിയക്കാരൻ, ഒരു വിശ്വാസി, അവനൊരു ജപവീരനാകണം. ഒരു ഊഴിയക്കാരന് എപ്പോൾ ജപത്തിൽ കുറവ് പറ്റണമോ,
ഒരു ഊഴിയക്കാരൻ എപ്പോൾ ജപത്തിൽ നിന്ന് പിന്മാറണമോ അപ്പോൾ അവൻ്റെ ഷൈനിങ് നഷ്ടപ്പെടും. ഒരു വിശ്വാസി എപ്പോൾ അവൻ്റെ പ്രാർത്ഥനാ മുറിയിൽ നിന്ന്, അവൻ്റെ ജപമുറിയിൽ നിന്ന് അവൻ മാറിപ്പോകണമോ, ദേവനോട് അവൻ ജപിക്കാതെ മന്നാടാതെ അവൻ പോരാടാതെ അവൻ ഇരുന്ന ടൈം മുതൽ അവരുടെ ഷൈനിങ് മങ്ങിടും. കർത്തരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കട്ടായിടും. അത് ഒരു ആശീർവാദമായിരിക്കില്ല. പിശാചിന് അവകാശം പറയുന്ന മാതിരി എന്ത് പണവും നമ്മ കയ്യിലിരിക്കக்கூടാതെ നാം വേല ചെയ്യുന്നിടത്തെല്ലാം വിശ്വസ്തമായിട്ട് വേല ചെയ്യണം. കേരളയിലിരിക്കുമ്പോൾ 2-3 കമ്പനിയിലെല്ലാം ഞാൻ വേല ചെയ്തിരിക്കുന്നത്. അന്ത കമ്പനി ഞാൻ മൂലം ആശീർവദിക്കപ്പെട്ടിട്ടുണ്ട്, ഞാനും അന്ത കമ്പനി മൂലം ആശീർവദിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്ക് അന്തമാതിരി ചൊല്ലതുക്ക് ആണ്ടവർ ഉദവി തന്നിരിക്കുന്നത്. കാരണം അന്ത കമ്പനിക്കാകെ ജപിക്കണം, അന്ത കമ്പനിക്ക് വേണ്ടി വിശ്വസ്തമായിട്ട് വേല ചെയ്യണം. അപ്പോൾ നമ്മുടെ കർത്തർ നമുക്ക് ഉദവി ചെയ്യും. നമ്മുടെ ജപത്തിക്ക് മുമ്പ് ആ കർത്തരുടെ സന്നിധാനത്തിൽ വന്ന് നമ്മുടെ പാപങ്ങളെല്ലാം നാം അറിയിക്കുക ചെയ്യണം. സാധാരണഗതിയിൽ മനിതനായിരിക്കുന്നതുകൊണ്ട് നമുക്ക് കുറേകളിരിക്കാം. അന്ത കുറേകളെല്ലാം നാം അറിയിക്കുക ചെയ്യണം, നാം ഏറ്റുപറയണം. ദൈവസന്നിധാനത്തിൽ വന്ന് നാം അത് ഏറ്റുപറയണം. അപ്പോൾ ദേവൻ നമ്മുടെ പാപങ്ങളെല്ലാം വന്ദിച്ച് നമ്മോട് അൻപ് കാമിച്ചിടും. നാം ജപിക്കുമ്പോൾ ആരോടെങ്കിലും കസപ്പോ കോപമോ വൈരാഗ്യമോ എരിച്ചിലോ ഇരുന്നാൽ ദേവൻ ജപത്തിക്ക് ബദൽ കൊടുക്ക മാട്ടെ. നമ്മുടെ ദേവൻ നാം ചൊല്ലണ ജപത്തിക്ക് ബദൽ കൊടുക്കണമെങ്കിൽ നാം മറ്റുള്ളവരുടെ ഒരു കയ്പും ഒരു കസപ്പും ഒരു 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 വൈരാഗ്യമോ എരിച്ചിലോ ഇരുന്നാൽ ദേവൻ നമ്മുടെ ജപത്തെ കേൾക്കില്ല. എന്നാൽ ചില കാര്യങ്ങളിൽ ദൈവ വാർത്തയിൻപടി സംഗീതം 1 ചൊല്ലണ മാതിരി, സങ്കീർത്തനം 1-ാം അധ്യായത്തിൽ ചൊല്ലണ മാതിരി ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നാം നടക്കക്കൂടാതെ, പാപികളുടെ വഴിയിൽ ഇരിക്കக்கூடாതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഉட்கார்ந்து കൂടാതെ. അപ്പോൾ ചില കാര്യങ്ങളെല്ലാം നാം മാറണം, ചിലതെല്ലാം വിടണം. എന്നാൽ നമ്മുടെ ഉള്ളാന മനിതൻ ഉള്ളിൽ നമുക്ക് ആരോടും ഒരു കസപ്പ് ഇരിക്കக்கூடாതെ. അന്ത കസപ്പിരുന്നാൽ ആണ്ടവർ നമ്മുടെ ജപത്തെ കേട്ട് ബദൽ കൊടുക്ക മാട്ടെ. കർത്തരുടെ പിള്ളകളെ, കർത്തരുടെ മുമ്പാകെ നമ്മെ താഴ്ത്തി ഉപ്പ് കൊടുത്ത് മുഴങ്കാലിൽ നിന്ന് നാം ജപിക്കുമ്പോൾ കർത്തർ നമ്മെ വീടിനെ, നമ്മെ ജോലി സ്ഥലത്തെ, ദേശത്തെ കർത്തർ കണ്ടിപ്പാக ആശീർവദിക്കും. കർത്തർ ഈ വാർത്തയിൻപടി നമ്മ ഒവ്വൊരുവരെയും ആശീർവദിക്കട്ടെ. അവൻ്റെ പെരിയ നാമത്തിന് എന്നേക്കും മഹിമ